ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊതുഫലം അറിയുന്നതിന് മുമ്പ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം മീനക്കൂറ് മീനലഗ്നം എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ വേഴഗ്രഹമാണ്, ഗുരുഗ്രഹമാണ്. ആ വേഴഗ്രഹം ഇപ്പോൾ 4 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. സൂര്യനാണെങ്കിൽ ഫെബ്രുവരി 13 12 രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ ഫെബ്രുവരി 23 12 രാശി മാറുന്നു. ബുധനാണെങ്കിൽ ഫെബ്രുവരി 3 12 രാശി മാറുന്നു. ശുക്രനാണെങ്കിൽ ഫെബ്രുവരി 6 12 രാശി മാറുന്നു. ശനി ഇപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 12 കേതു 6 സ്ഥിതി തുടരുന്നു. അതായത് ഫെബ്രുവരി മാസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ഗ്രഹങ്ങൾ, അതായത് ബുധൻ, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങൾ ഈ കൂറുകാരുടെ 12 ഈ ലഗ്നക്കാരുടെ 12 രാശി മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തെ പ്രത്യേകത. നമുക്ക് ഈ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എന്തായിരിക്കും ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു സുഖസ്ഥാനത്താണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 12ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് അല്ലെങ്കിൽ ശരീരക്ഷീണം അനുഭവപ്പെടാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 5 ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, ശുക്രൻ, ബുധൻ, ചൊവ്വ, രാഹു, ഈ 5 ഗ്രഹങ്ങൾ 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവസാനത്തെ പകുതി പാദങ്ങളിലോ കണങ്കാലിലോ എന്തെങ്കിലും പെയിൻ, മസിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, ഇതിന് സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ, ഹെഡേക്ക്, മൈഗ്രെയിൻ, അതുപോലെ ഉറക്കക്കുറവിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയവും കൂടിയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം മാതാവിനോ ജീവിത പങ്കാളിക്കോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്നും വരാം. 6ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 8ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 12 വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത് ടൈമിലി ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കെയറിലൂടെ സഡനായിട്ട് അതിൽ റിക്കവറി ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ കൂറുകാർ ജന്മരത്നരാശാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അല്പം വ്യായാമം, യോഗ, പ്രാണായാമം ഇവയൊക്കെ ശീലിക്കുന്നത് അവർക്ക് ഗുണം ചെയ്യും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു 4ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ആ ഗുരു 4 നിന്നിട്ട് 10 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം തൊഴിൽ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ, അതിനുള്ള ശ്രമങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. ആദ്യ പകുതിയൊക്കെ സൂര്യൻ, ചൊവ്വ, ശുക്രൻ ഒക്കെ തന്നെ 11 അപ്പോൾ സൂര്യനാണെങ്കിൽ 6ാം ഭാവാധിപനാണ്. 11 വരിക എന്ന് പറയുമ്പോൾ അത് 6ൻ്റെ 6 അപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് ശത്രുശല്യമൊക്കെ കുറയും. വർക്ക് പ്ലേസിലൊക്കെ പ്രശ്നങ്ങൾ കുറയും. തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ വർക്കിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആദ്യത്തെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടും നമുക്ക് ആ വർക്ക് വഴി നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂയിലൊക്കെ തന്നെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ആദ്യത്തെ പകുതി. അവസാനത്തെ പകുതിയാവുമ്പോൾ
അത് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങൾ കൂടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതേസമയം ഇവിടെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതി എന്ന് പറയുന്നത് തൊഴിലിൽ ചിലപ്പോൾ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തൊഴിലിൽ പ്രത്യേകിച്ച് കെയർഫുള്ളായി നമ്മൾ വർക്ക് ചെയ്യണം. അതങ്ങനെ അല്ലാത്ത പക്ഷം എന്തെങ്കിലും വീഴ്ചകളുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് വന്നുപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തൊഴിലിൽ ടെൻഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തൊഴിലിൽ ഫോക്കസ് കൂടേണ്ടുന്ന സമയമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പകുതി. അതുപോലെ ചിലർക്ക് ചിലപ്പോൾ തൊഴിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ, ട്രാൻസ്ഫറിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ അഡീഷണൽ പഠനത്തിനോ വേണ്ടി ചിലപ്പോൾ ദൂരയാത്രകൾ വേണ്ടി വരുന്ന സമയമാണ് എന്നും കൂടെ കാണുന്നു. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനും അതുപോലെ ബിസിനസ് കാരകനുമായിട്ടുള്ള ബുധൻ, ആ ബുധൻ ഫെബ്രുവരി 3 മുതൽ 12 വ്യയസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ആദ്യ വാരം ബിസിനസ് വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും അത് കഴിഞ്ഞ് ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര നേട്ടം ഉണ്ടാകണമെന്നില്ല. ബിസിനസ്സിലൊരു കെയർ വേണം. അപ്പോൾ പൊതുവെ നമുക്ക് അതേസമയം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ആ മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാനൊക്കെ ആകും. 7 ആ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശനിയാണെങ്കിൽ പൊതുവെ ഇപ്പോൾ ഉത്രട്ട നക്ഷത്രത്തിൽ, സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിച്ച 7 ദൃഷ്ടി ചെയ്യുന്നു. ആ ശനിയുടെ എനർജിയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഹാർഡ് വർക്കിൻ്റെ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള ഫലം അവർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വർക്കിൽ ഫോക്കസ് കൂടേണ്ടുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഇപ്പോൾ ഈ ബിസിനസ്സിലൊക്കെ നീതിപൂർവം വളരെ ഫെയർ ആയിട്ടുള്ള ഈ ട്രേഡ് പ്രാക്ടീസൊക്കെ അനുവർത്തിച്ചു പോകുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. അതേസമയം അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ നഷ്ടത്തിനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ശനി എന്ന് പറയുന്നത് ഒരു നീതിയുടെ ഗ്രഹമാണ്. അപ്പം നമ്മൾ സ്ട്രെയിറ്റായിട്ട് ന്യായമായ രീതിയിലൊക്കെ ബിസിനസ് നടത്തി പോകുന്നവർക്ക് പ്രയാസങ്ങൾ കുറയും. അല്ലാത്തവർക്ക് ആ ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശ വിപണനമൊക്കെ പൊതുവെ ഗുണം ചെയ്യുന്ന മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണാം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ഫെബ്രുവരി 3 മുതൽ 12 മാറുകയാണ്. അപ്പോൾ പഠിതാക്കൾക്ക് അല്പം ഫോക്കസ് കൂടേണ്ടുന്ന മാസമാണ്. കൂടുതൽ ഫോക്കസ് ഉണ്ടാകണം. അതുപോലെ തന്നെ മാസ ആരംഭമൊക്കെ ആകുമ്പോൾ 11 നിൽക്കുന്ന ആ സൂര്യൻ, ബുധൻ, അതുപോലെ ചൊവ്വ, അതുപോലെ ശുക്രൻ, അതുപോലെ ഇവയൊക്കെ തന്നെ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പഠിതാക്കൾക്ക് അല്പം കോൺഫിഡൻസ് ലെവലൊക്കെ നൽകും ആദ്യത്തെ പകുതി. അതേസമയം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിലൊക്കെ ചിലപ്പോൾ ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി ഈ സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും രാഹുവും ഒക്കെ തന്നെ 12 എന്നുള്ളത് കൊണ്ട് പഠിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അല്ലാത്ത പക്ഷം അവർ പ്രതീക്ഷിക്കുന്ന സ്കോറ്, ആ റാങ്ക് അവർക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസാനത്തെ പകുതി അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഫെബ്രുവരി 22 വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ച രാശിയിൽ നിൽക്കുകയാണ്. കൂടാതെ മാസാരംഭം ബുധൻ, ശുക്രൻ, അതുപോലെ സൂര്യൻ ഒക്കെ തന്നെ മാസാരംഭം 11 അപ്പോൾ 11 4 ഗ്രഹങ്ങളുടെ സാന്നിധ്യം മാസാരംഭമുണ്ട്. അപ്പോൾ അത് പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനനേട്ടത്തിൻ്റെ ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും ധന നേട്ടം ഉണ്ടായെന്ന് വരാം. മാത്രമല്ല 11ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി ഇപ്പോൾ ജന്മരാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ 11ാം ഭാവാധിപൻ ജന്മരാശി നിൽക്കുന്നത്, അത് ശനിയാണെങ്കിൽ തന്നെയും ശനി 11ാം ഭാവാധിപനായിട്ട് ജന്മരാശി നിൽക്കുമ്പോൾ അതും ധന
നേട്ടത്തിന് അല്ലെങ്കിൽ ധനലബ്ധിക്ക് സാധ്യത കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആദ്യ പകുതി. അതുപോലെ തന്നെ ആദ്യ പകുതി നമുക്ക് ഈ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടൊക്കെ ചില നേട്ടങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം അവസാനത്തെ പകുതിയാവുമ്പോൾ ഈ ചൊവ്വ 12ലേക്ക് വരുന്നു, ബുധൻ 12ലേക്ക് വരുന്നു, ശുക്രനും അതുപോലെ സൂര്യനും ഒക്കെ 12ലാണ് സ്ഥിതി വരുന്നത്. അപ്പോൾ 4 അതുപോലെ രാഹു 12. അപ്പോൾ ഈ 5 ഗ്രഹങ്ങളുടെ സാന്നിധ്യം വ്യയസ്ഥാനത്ത് വരികയാണ് എന്നുള്ളത് കൊണ്ട് അത് ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ശനി 11ഉം 12ഉം ഭാവാധിപനാണ്. 11ാം ഭാവാധിപനായിട്ട് ജന്മരാശി നിൽക്കുമ്പോൾ ധനാഗമം ഉണ്ടാക്കുമെങ്കിലും 12ാം ഭാവാധിപനായ ശനി ജന്മരാശി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് വന്നുപെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ 12ൽ 5 ഗ്രഹങ്ങളുടെ സാന്നിധ്യം, കൂടാതെ 12ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ 12ാം ഭാവാധിപൻ ജന്മരാശി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വന്നുപെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യ പകുതി നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ തരുമെങ്കിലും അവസാനത്തെ പകുതി ധനപരമായിട്ടുള്ള ചെലവ് കൂടുന്ന സമയമാണ്. അതുകൊണ്ട് കഴിവതും അനാവശ്യ ചെലവ് കുറയ്ക്കുകയും നമ്മുടെ കൈവശമുള്ള പണം നമ്മൾ മാനേജ് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി 3 മുതൽ അത് 12ലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വാരം വിവാഹ ആലോചനകളൊക്കെ ചിലപ്പോൾ വരാമെങ്കിലും, കാരണം ശുക്രൻ 11ലുണ്ട്, ഫെബ്രുവരി 2 വരെ ബുധൻ 11ലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിവാഹ ആലോചനകൾ വരാമെങ്കിലും ആ ആലോചനകൾ സുഗമമാകണമെന്നില്ല. അപ്പോൾ 7ല് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആദ്യവാരമൊക്കെ കുജനും ശുക്രനും ഒക്കെ ആ ബന്ധം 11ലൊക്കെ ഉണ്ട്, ശുക്രനും കുജനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ പൊതുവെ അത് ചിലർക്ക് പ്രണയചിന്തകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അങ്ങനെ പ്രണയചിന്ത ഉണ്ടാകണമെങ്കിലും അത് സ്മൂത്ത് ആകണമെന്നില്ല. പ്രത്യേകിച്ച് ആദ്യത്തെ ഈ 5ാം ഭാവരാശിയിലേക്ക് ശുക്രനും കുജനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയചിന്തകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് അത് 11 നിന്നാണ് 5ൽ ദൃഷ്ടി ചെയ്യുന്നത്. പ്രണയചിന്തകൾ വരാം, പക്ഷേ അത് സ്മൂത്ത് ആകണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ഒന്നിലധികം പ്രണയബന്ധം ഉണ്ടായെന്നും വരാം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുക. മാരിറ്റൽ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ പൊതുവെ അതിനും ഒരു സുഖക്കുറവിനാണ് സാധ്യത കാണുന്നത്. ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം. ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ രഹസ്യബന്ധങ്ങൾ, അത് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ സൃഷ്ടിക്കും. അത് തിരിച്ചറിഞ്ഞു പോകേണ്ടുന്ന ഒരു മാസമായിട്ട് നമ്മൾ ഫെബ്രുവരി മാസത്തെ കാണുക. അപ്പോൾ ഈ സീക്രട്ട് അഫയേഴ്സൊക്കെ കഴിവതും നമ്മൾ അതിൽ വളരെ കെയർഫുള്ളായിരിക്കണം ഈ സമയത്ത്. മാത്രമല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം, ചില ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അത് തീർത്ഥാടന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട്, ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒക്കെയുള്ള ഒരു യാത്ര ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കുടുംബത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുടുംബത്തിലും പൊതുവെ ഒരു സുഖക്കുറവാണ് കാണുന്നത്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യമില്ലായ്മ, അതുപോലെ കുടുംബത്തിലൊക്കെ ചിലവ് കൂടുന്ന സമയമാണ്. എങ്കിലും ഗുരുവൊക്കെ ആ 4ൽ നിന്നുകൊണ്ട് 12ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗുരു 4ൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ആ 4ൽ നിൽക്കുന്ന ആ വക്ര ഗുരുവിനെ കൊണ്ട് ആകും. അതുപോലെ ബുധനും രാഹുവുമായിട്ടുള്ള യോഗം 12 വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ കുടുംബ വിഷയങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 4ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ, കുടുംബ വിഷയങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് കുടുംബ ചെലവൊക്കെ കൂടുന്ന സ്ഥിതിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുരു 4ൽ ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ, നമുക്ക് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും അതൊക്കെ നമുക്ക് അവരുടെ ഇടപെടലിലൂടെ ആ പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം, പരിഹരിക്കാനൊക്കെ കഴിയും. പക്ഷേ ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഈശ്വരചിന്ത ഉണ്ടാകുന്നതും ധ്യാനം ഒക്കെ ശീലിക്കുന്നതും
മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുന്നതിനും മാനസികമായിട്ട് സമാധാനം കൈവരിക്കുന്നതിനും അതൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഫെബ്രുവരി 3, 4, 8, 9, 17, 18, 19 ഈ തീയതികൾ പൊതുവെ ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞത് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തെ ആ ഗ്രഹസ്ഥിതി വച്ചിട്ടുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. അതേസമയം ഈ പൊതുഫലത്തിൽ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഈ കൂറിലെ നക്ഷത്രക്കാർക്കും അതുപോലെ മീനൻ ലഗ്നം വന്നിട്ടുള്ളവർക്കും ഇപ്പം നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇത് അവരുടെ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന, അതായത് ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പം നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും പൊതുഫലത്തിൽ ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഗോചര ഫലം എന്നൊക്കെ പറയുന്നത് ചെറിയ ഒരു സ്വാധീനം മാത്രമേ നമ്മളിൽ വരുത്തുന്നുള്ളൂ. അത് പൊതുവായ ഒരു ഫലമാണ്. പക്ഷേ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെയാണ്. മാത്രമല്ല ഈ കൂറുകാർക്ക്, ഞാനിപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. മീനക്കൂറും മീനലഗ്നവും. ഇപ്പോൾ ഈ മീനക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രം മീനലഗ്നം വരാം. അതേസമയം മിക്ക ആളുകൾക്കും വ്യത്യസ്ത ലഗ്നരാശികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത്. അപ്പം മീനലഗ്നം അല്ലാത്ത മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഈ രാശിയിലെ ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ, അതിനനുസരിച്ച ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഇതൊക്കെ നമ്മൾ അപഗ്രഥിച്ച് മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫലം പറയാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം മീനക്കൂറിൽപ്പെടുന്ന മീനലഗ്നക്കാരല്ലാത്തവർ അവരുടെ ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു പൊതുവായ ഫലമാണ്. പക്ഷേ ലഗ്നഫലം കുറച്ചുകൂടെ കൃത്യതയുണ്ട്. കാരണം കൂടുതൽ കൃത്യതയും കൂടുതൽ സൂക്ഷ്മതയും എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർ അവരുടെ ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.